പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. സഹാറ ഗ്രൂപ്പിൽ നിന്ന് കോടികൾ മോദി കൈപ്പറ്റിയെന്നും ഇതിന് തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ മോസാനയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. അതേസമയം മോദിക്കെതിരായ രാഹുലിന്റെ ആരോപണം ശരിവയ്ക്കുന്ന രേഖകൾ പീപ്പിളിന് ലഭിച്ചു. സഹാറയിൽ നിന്നും ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളാണിത്. 2013-ലും 2014-ലും മോദിക്ക് പണം നൽകിയതായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പ് പാർലമെന്റിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതിക്കെതിരെ ബുള്ളറ്റ് പ്രൂഫ് തെളിവുകളുണ്ടെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ റാലിയിലാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദി സഹാറയിൽ നിന്നും ബിർളയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നാണ് രാഹുലിന്റെ ആരോപണം. രാഹുലിന്റെ ആരോപണം ശരിവയ്ക്കുന്ന രേഖകളുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. 2014 നവംബർ 22-ന് സഹാറയുടെ നോയിഡ ഓഫീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളിലാണ് മോഡിക്ക് പണം നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2013 ഒക്ടോബർ 10 മുതൽ 2014 ഫെബ്രുവരി 22 വരെ വിവിധ തവണകളിലായി 40 കോടി രൂപ മോഡിക്ക് നൽകിയതിന്റെ വിശദാംശങ്ങൾ ഈ രേഖകളിലുണ്ട്. എന്നാൽ രാഹുൽ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് BJP നേതൃത്വം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരായ കൂടുതൽ തെളിവുകൾ കോൺഗ്രസ് പുറത്തുവിടുമെന്നാണ് സൂചന. രാഹുലിന്റെ തെളിവുകൾ നനഞ്ഞ പടക്കമാണെന്ന് BJP വാദിക്കുമ്പോഴും ആരോപണത്തിൽ നിന്നും തലയൂരുക അത്ര എളുപ്പമല്ല. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട അഴിമതി കേസുകളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന തന്ത്രവും BJP പരീക്ഷിച്ചേക്കും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് അൽക്കൂസിലെ ഡലസ്കോ ലേബർ ക്യാമ്പ് സന്ദർശിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി തൊഴിലാളികളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, വിവരങ്ങൾ. സ്വാമി, അൽക്കൂസിലെ ലേബർ ക്യാമ്പിൽ തൊഴിലാളികൾക്ക് ആവേശമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത്. ലേബർ ക്യാമ്പിലെത്തിയ പിണറായി വിജയൻ തൊഴിലാളികളോട് ക്ഷേമ വിവരങ്ങൾ തിരക്കി. ലേബർ ക്യാമ്പിലെ കിടപ്പുമുറിയിലും ഡൈനിങ് ഹാളിലും വരെ പിണറായി വിജയൻ എത്തി തൊഴിലാളികളെ നേരിൽ കണ്ടു. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ഇവിടെ ലഭിച്ചത്. തൊഴിലാളികളുമായി അദ്ദേഹം ഏറെ നേരം സംവദിക്കുകയും ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിച്ചവരാണ് പ്രവാസി മലയാളികൾ എന്ന ബോധ്യം സർക്കാരിനുണ്ടെന്ന് പിണറായി വിജയൻ തൊഴിലാളികളോട് പറഞ്ഞു. പ്രവാസികളെ കുറിച്ച് നല്ല കരുതലുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും പിണറായി വിജയൻ തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം തൊഴിലാളികളെയും ഏറെ ആവേശത്തിലാക്കി. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ മുരളീധരൻ, ദുബായ് സ്മാർട്ട് സിറ്റി CEO ജാബിർ ബിൻ ഹാഫിസ് തുടങ്ങിയവരും മുഖ്യമന്ത്രിയോടൊപ്പം ജമാലാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. UAEയിൽ 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ ദുബായിൽ നടക്കുന്ന ബിസിനസ് മീറ്റിലും പങ്കെടുക്കും. നാളെയും മറ്റന്നാളുമായി ഔദ്യോഗിക ചടങ്ങുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിക്കും. നാളെ രാവിലെ 10 മണിക്ക് ദുബായ് എമിറേറ്റ്സ് ടവറിൽ സ്മാർട്ട് സിറ്റി സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിൽ പിണറായി വിജയൻ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഷാർജ മോയസയിൽ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇതിന്റെ ഭാഗമായി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പൊതുപരിപാടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച രാവിലെ ദുബായിൽ കൈരളി TV നടത്തുന്ന NRI ബിസിനസ് അവാർഡ് ദാന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. വെള്ളിയാഴ്ച 3 മണിക്ക് മുഖ്യമന്ത്രി ദുബായിലെ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് UAEയിലെ പ്രവാസി മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പിണറായി വിജയന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമാണ് UAEയിലേത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നയാളെന്ന നിലയിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UAEയിലെ 8 ലക്ഷത്തോളം വരുന്ന മലയാളി സമൂഹം. ദുബായിൽ നിന്ന് ക്യാമറമാൻ ഡിൻ ജോസിനൊപ്പം T. ജമാലുദ്ദീൻ. ദുബായ് ഹോൾഡിംഗ് അധികൃതരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ദുബായ് ഹോൾഡിംഗ് വൈസ് ചെയർമാനും MD-യുമായ അഹമ്മദ് ബിൻ ബയാത്ത്, ദുബായ് സ്മാർട്ട് സിറ്റി CEO ജാബിർ ബിൻ ഹാഫിസ്, സ്മാർട്ട് സിറ്റി കൊച്ചി പ്രത്യേക ക്ഷണിതാവ് MA യൂസഫ് അലി, അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, സ്മാർട്ട് സിറ്റി കൊച്ചി MD ബാജു ജോർജ് തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിന് ദുബായ് ഹോൾഡിംഗ് താൽപര്യം പ്രകടിപ്പിച്ചു. കൊച്ചിയിൽ വൻ കറൻസി വേട്ട. കൊച്ചി ഇടപ്പള്ളിക്ക് സമീപത്തു നിന്നും 37.5 ലക്ഷം രൂപയുടെ പുതിയ നോട്ടുകൾ ആദായനികുതി വകുപ്പ് പിടികൂടി. നോട്ടുകൾ മാറി നൽകുന്ന സംഘത്തിലെ 5 പേർ ആദായനികുതി വകുപ്പിന്റെ പിടിയിലായി. പിടിയിലായവരിൽ 2 പേർ മലയാളികളും 3 പേർ തമിഴ്നാട് സ്വദേശികളുമാണ്.
വൈകുന്നേരത്തോടെയായിരുന്നു 37 ലക്ഷം രൂപയുടെ പുതിയ കറൻസികൾ ആദായ നികുതി വകുപ്പ് പിടികൂടിയത്. കൊച്ചി ഇടപ്പള്ളിക്ക് സമീപം പള്ളി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. പഴയ നോട്ടുകൾ മാറി പുതിയ കറൻസികൾ നൽകുന്ന സംഘം കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രഹസ്യാന്വേഷണം നടത്തിവരികയായിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് 37 ലക്ഷം രൂപയുടെ പുതിയ കറൻസികൾ പിടികൂടിയത്. നോട്ട് മാറി നൽകുന്ന സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപാടുകാരെന്ന വ്യാജേന സംഘത്തെ സമീപിക്കുകയും അതുപ്രകാരം പണം മാറി നൽകുന്നതിനായി ഇടപ്പള്ളിക്ക് സമീപം എത്തുമ്പോഴുമായിരുന്നു ഇവരെ പിടികൂടിയത്. പിടിയിലായ 5 പേരിൽ 3 പേർ തമിഴ്നാട് സ്വദേശികളും 2 പേർ മലയാളികളുമാണ്. രാജ് തിലക്, ഫൈസൽ അഹമ്മദ്, അബ്ദുൽ സലാം, അബ്ദുൾ റിയാസ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ അബ്ദുൾ റിയാസ് മലയാളിയാണ്. അബ്ദുൾ റിയാസിനെ കൂടാതെ പിടിയിലായ ഒരു മലയാളിയുടെ വിവാഹം അടുത്തയാഴ്ചയായതിനാൽ അയാളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. തൃശൂർ വടക്കാഞ്ചേരി ഭാഗത്തു നിന്നാണ് ഇവർ ഇടപ്പള്ളിയിലേക്ക് എത്തിയത്. സംഘത്തെ പിന്തുടർന്ന ആദായ നികുതി വകുപ്പ് എളമക്കര പോലീസിന്റെ സഹായം തേടിയിരുന്നു. പിടിയിലായവരെ ചോദ്യം ചെയ്യുന്നതിനായി ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. സംഘത്തിന്റെ അന്തർ സംസ്ഥാന ബന്ധം കണക്കിലെടുത്ത് വിശദമായാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഇവർക്ക് പുതിയ കറൻസികൾ വ്യാപകമായി ലഭിക്കുന്നത് എവിടെ നിന്ന്, ഇതിൽ കള്ളനോട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടങ്ങി നോട്ടുമാറൽ സംഘത്തിന്റെ പ്രവർത്തന രീതികളെ പറ്റിയൊക്കെ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തമിഴ്നാട് ചീഫ് സെക്രട്ടറി പി രാംമോഹന റാവുവിന്റെ വീട്ടിൽ നിന്നും 30 ലക്ഷം രൂപയുടെ പുതിയ നോട്ടുകളും 5 കിലോഗ്രാം സ്വർണവും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. റാവുവിന്റെ മകൻ വിവേകിന്റെ വസതിയിൽ നിന്ന് വെളിപ്പെടുത്താത്ത 5 കോടി രൂപയും പിടികൂടി. കള്ളപ്പണക്കേസിൽ പിടിയിലായ വ്യവസായിയും തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് അംഗവുമായിരുന്ന ശേഖർ റെഡ്ഡിയുമായി റാവുവിന് ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് റാവുവിന്റെ വസതിയിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. BJP അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദിലെ സഹകരണ ബാങ്കിൽ കള്ളപ്പണം തേടി ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. നോട്ട് പിൻവലിച്ചതിന് തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ 500 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ എത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന് 190 ശാഖകളാണുള്ളത്. ഇതിൽ ആശ്രമം റോഡിലെ ആസ്ഥാനത്താണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടായി എന്ന വിവരം ആദായ നികുതി വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ റെയ്ഡിൽ CCTV ദൃശ്യങ്ങളും നിരവധി രേഖകളും പരിശോധിച്ചു. ഗുജറാത്തിലെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിലും നോട്ട് നിരോധനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപമാണുണ്ടായത്. സംസ്ഥാനത്തെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 17 എണ്ണവും BJP ഭരണത്തിന് കീഴിലാണ്. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ആദ്യം രംഗത്തു വന്ന ഒരാൾ പോർബന്ദർ MPയും രാജ്കോട്ട് ബാങ്കിന്റെ ചെയർമാനുമായ വിത്തൻ രഥാദിയായിരുന്നു. ഗാന്ധിനഗറിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ നിന്നും വിത്തൻ രഥാദിയ വിട്ടുനിൽക്കുകയും ചെയ്തു. സംശയമുള്ള ബാങ്കുകളിൽ പരിശോധന നടത്താൻ റിസർവ് ബാങ്കിന്റെ ശുപാർശയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമിത്ഷാ ഡയറക്ടറായ ബാങ്കിൽ റെയ്ഡ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പനെ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25-ന് തങ്കയങ്കി സന്നിധാനത്തെത്തും. 26-നാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തിരിക്കും. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് ഘോഷയാത്ര ആരംഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ആദ്യ ദിനം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. തുടർന്ന് 2ാം ദിനം കടമനിട്ട ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്വീകരണം വാങ്ങി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. 24-ന് രാവിലെ തുടരുന്ന ഘോഷയാത്ര രാത്രി പെരുന്നാട് ക്ഷേത്രത്തിലും തുടർന്ന് 25-ന് ലാഹാസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ വഴി ഉച്ചയ്ക്ക് പമ്പയിൽ എത്തിച്ചേരും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തങ്കയങ്കി ഭക്തർക്ക് ദർശനത്തിന് വെക്കും. തുടർന്ന് തലച്ചുമടായി ശരംകുത്തിയിലെത്തിക്കുന്ന തങ്കയങ്കി ദേവസ്വം അധികൃതർ സ്വീകരിച്ചാനയിച്ച് സന്നിധാനത്തെത്തിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ന് നടക്കും. 26-നാണ് മണ്ഡലപൂജ. ന്യൂസ് ബ്യൂറോ, ശബരിമല. മധ്യ തിരുവിതാംകൂർ പ്രവാസികളുടെ പ്രതീക്ഷയായ പത്തനംതിട്ട വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ലോകത്തിലെ തന്നെ പ്രധാന കൺസൾട്ടൻസി ഏജൻസിയായ എയ്കോമാണ് വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠനം നടത്തിയത്. പ്രവാസികളുടെ കമ്പനിയായ ഇൻഡോ ഹെറിറ്റേജ് വിമാന കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അനുമതി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് മധ്യ തിരുവിതാംകൂറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിമാനത്താവളം എന്ന ഉദ്ദേശവുമായി പ്രവാസി മലയാളി സംഘടനകൾ രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എന്ന പുതിയ വിമാന കമ്പനിയും രൂപം കൊണ്ടു. വിമാനത്താവളം എന്ന ലക്ഷ്യത്തോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രവാസി സംഘടന നേരിട്ട് കണ്ട് വിമാനത്താവളം എന്ന ആശയം പങ്കുവച്ചിരുന്നു.
ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ സമർപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനി കൺസൾട്ടിംഗ് ഏജൻസിയായ എയ്ക്കോം കമ്പനിയാണ് ഇതിന്റെ സാധ്യതാ പഠനം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വിമാനത്താവളത്തിനാവശ്യമായ 5 സ്ഥലങ്ങളാണ് ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമില്ലാത്ത സ്ഥലമാണ് ഇതിനായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ രാജീവ് ജോസഫ് പറഞ്ഞു. നമുക്ക് വേണ്ടത് എയർപോർട്ടാണ്. ആ സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും പ്രവാസികളുടെ നേതൃത്വത്തിലായാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിലായാലും ഏത് രീതിയിലായാലും ഒരു എയർപോർട്ട് വരണമെങ്കിൽ ഒറ്റ ഒരു ആഗ്രഹത്തിന് മുകളിൽ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അതിനുവേണ്ടി എത്ര പൈസ മുടക്കാനും ലോകമെമ്പാടുള്ള പ്രവാസികൾ തയ്യാറാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരിന് 1 രൂപ പോലും ഖജനാവെന്ന് മുടക്കാതെ കൊണ്ടുള്ള ഒരു എയർപോർട്ട് പദ്ധതി. സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം പ്രവാസികളുള്ള മധ്യ കേരളത്തിലെ പ്രവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കുക. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന പ്രവാസി സംഘടനയാണ് വിമാനത്താവളത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരുന്നതോടെ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കും ഇത് ഏറെ പ്രയോജനകരമാകും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.